ഇതിപ്പോ നമ്മുടെ ഒരു കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്ന് നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയതാണല്ലോ ഈ PM ശ്രീ പദ്ധതി. അപ്പൊ ഇപ്പോഴും നമ്മൾ അതിന്റെ ഫണ്ട് സ്വീകരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണ്? ഒട്ടനവധി കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. PMC പദ്ധതി തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കഴിഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ അതിനോട് വിയോജിപ്പുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം അതാത് ഗവൺമെന്റുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്ത് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നമുക്കത് പിന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇതിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് തെറ്റായിട്ടുള്ള നിലപാടുകൾ. ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എങ്ങനെയെല്ലാം കളങ്കപ്പെടുത്താം, ദുർബലപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന വലതുപക്ഷങ്ങളുണ്ട്. ആ വലതുപക്ഷത്തിന്റെ നിലപാടുകളൊന്നും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തും ശക്തിയും നേടി മുന്നോട്ട് പോകും. അതെ, ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP ഗവൺമെന്റാണ്. BJP നയിക്കുന്ന RSS ആണ്. RSS അവരുടെ രാഷ്ട്രീയ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ എതിരായി പോരാടിക്കൊണ്ടാണ് ഇടതുപക്ഷവും മതേതര ജനാധിപത്യ ശക്തികളുമെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ പ്രവർത്തിക്കല്ലേ? RSSന്റെ കാവ്യ രാഷ്ട്രീയത്തിനെതിരായിട്ടല്ലേ നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ഈ രാഷ്ട്രീയമായി ഇതിനെ നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. വളരെ സങ്കുചിത വലയത്തിനകത്ത് നിന്നുകൊണ്ടല്ല നിരീക്ഷിക്കേണ്ടത്. ഇടതുപക്ഷം ശരിയായ നിലയിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ജനതാൽപര്യങ്ങളോടൊപ്പമായിരിക്കും, ജനകീയ താൽപര്യങ്ങളോടൊപ്പമായിരിക്കും എന്നും ഇടതുപക്ഷം. CPI എന്തായാലും ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടൊരു തീരുമാനം എടുക്കില്ല.